ഗുഡ് മോർണിംഗ്. കേരളം വാർത്തകൾ കൊണ്ട് ഇളകി മറിയുകയാണ്. നിലപാടുകൾ പറഞ്ഞു തന്നെ പോകണമല്ലോ. കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ MLA PV അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ കേരളത്തിൽ നിന്ന് കത്തുകയാണ്. വലിയ ചർച്ചയാണ് അതിന്റെ മേലെ നടക്കുന്നത്. നിരന്തരം കേരള പോലീസിനെ വിമർശിച്ചതിന് കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ എന്നെ അപമാനിച്ച മിടുക്കരാണ് ഈ കേരള പോലീസ് എന്ന് നിങ്ങൾക്കറിയാമോ? ദാ നോക്കിയേ, ഇതാണ് ഇവന്മാരുടെ ഒരു നിലവാരം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ വിഷയത്തിലെ എന്റെ നിലപാടുകൾ ഞാൻ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിപൊളിയാണ്. എന്നാൽ കഴിഞ്ഞ 2 മന്ത്രിസഭയിലെയും ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ സമ്പൂർണ്ണ പരാജയമാണ്. 2, പിണറായി വിജയൻ 1ഉം 2ഉം മന്ത്രിസഭയിലെ ഏറ്റവും മോശപ്പെട്ട വകുപ്പ് ആഭ്യന്തര വകുപ്പാണ്. 3, ADGP അജിത് കുമാർ അത് ചെയ്തു, SP സുജിത്ത് ഇത് ചെയ്തു എന്നൊന്നും പൊന്തയിലും പടർപ്പിലും കാടിലും ഒന്ന് തല്ലി അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അറിയാതെയാണ് ഇക്കാര്യങ്ങളൊക്കെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ എനിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ട്. ഇനി അഥവാ പ്രായാധിക്യം കൊണ്ടും അനാരോഗ്യം കൊണ്ടും പിണറായി വിജയന് ഇക്കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാന്യമായി രാജിവെച്ച് വീട്ടിലിരുന്ന് വയസ്സുകാലം ആഘോഷിക്കണം. അതാണല്ലോ മര്യാദ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? പിണറായിക്ക് വയസ്സായി എന്ന്, പിണറായിക്ക് റിട്ടയർമെന്റിന് സമയമായി എന്ന് ആരാണ് അദ്ദേഹത്തെ അറിയിക്കുക? ആരാണ് അദ്ദേഹത്തെ അക്കാര്യം ബോധ്യപ്പെടുത്തുക? അതിന് ധൈര്യമുള്ള ആരുണ്ട് ഈ പാർട്ടിയിൽ? 4, ഇടതുപക്ഷത്തെ വിശ്വസിച്ചിരുന്ന ഒരുപാട് ജനങ്ങൾ, അനുഭാവികൾ കടുത്ത നിരാശയിലും വിഷമത്തിലുമാണ്. അവർ ആഗ്രഹിക്കുന്ന ഒരു ഭരണമല്ല ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൽ. CPM എന്ന് അഭിമാനത്തോട് പറഞ്ഞിരുന്ന പലരും ഞാനിപ്പോ ഇടതുപക്ഷമാണ് എന്ന് മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്ന ഒരു മാറ്റം നാട്ടിൽ നടക്കുന്നുണ്ട്. എനിക്കത് സന്തോഷമുള്ള കാര്യമായി തോന്നുന്നില്ല. 5, കേരള പോലീസ് ഒരു കാലത്തും മെച്ചപ്പെട്ടതായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 8 വർഷം കൊണ്ടുണ്ടായ വലിയ മാറ്റം, RSSന്റെ സ്വാധീനം കേരള പോലീസിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. സാധാരണക്കാരൻ ഉൾപ്പെടുന്ന പരാതികളിൽ, കേസുകളിൽ അനീതിയാണ് നടപ്പാവുന്നത്, നീതി നടപ്പാവുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ CPM നേതാക്കൾക്ക്, ലോക്കൽ നേതാക്കൾക്ക് ഭയമാണ് എന്നതാണ്. അഥവാ ഇനി ധൈര്യം സംഭരിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാലും ഒരു പട്ടി വിലക് പോലും ഒരു CPMകാരന് പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നില്ല. സത്യം പറയാലോ, നിങ്ങൾ ആരെങ്കിലും വല്ല കേസിലും പെട്ടാൽ, അല്ലെങ്കിൽ ഞാൻ പെട്ടാൽ, വല്ല കോൺഗ്രസ്സുകാരനെയോ സംഘിയെയോ ലീഗുകാരനെയോ കൂട്ടി സ്റ്റേഷനിൽ പോകുന്നതാണ് നല്ലത് എന്നതാണ് യാഥാർത്ഥ്യം. ഇച്ചിരിയെങ്കിലും പോലീസ് വില വെക്കും. 6, പോലീസ് രാഷ്ട്രീയ മുക്തമാകണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും. ആഹാ, അത് കൊള്ളാമല്ലോ സ്വതന്ത്ര പോലീസ് എന്ന്. എന്നാൽ ഭരണകൂടത്തിനോ മന്ത്രിസഭയെ ഉപദേശിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനോ പോലീസിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതായാൽ അതിഭീകരമായിരിക്കും നാടിന്റെ അവസ്ഥ. അതാണിപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. 7, മറ്റൊരു രസകരമായ കാര്യം കണ്ടത്, എല്ലാവരും ഓടി നടന്നിട്ട് P ശശിയെ ഇങ്ങനെ കുറ്റം പറയാം. P ശശി അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് എന്നാണ് ഇവരുടെ നിഷ്കളങ്കമായ അഭിപ്രായം. അതെന്താ? അതിനു മുമ്പുണ്ടായിരുന്ന പുത്തലത്ത് ദിനേശൻ, അത് അല്ലാതെ KK രാഗേഷ്, ഇവരൊക്കെ ഇരുന്നപ്പോൾ പോലീസ് ഭയങ്കര നല്ലതായിരുന്നോ? P ശശി വന്നപ്പോഴാണോ പോലീസ് ഇങ്ങനെയായത്? ഇവിടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടന്നിരുന്നോ? P ശശിക്ക് മുമ്പ് ഇല്ലല്ലോ. അപ്പൊ എന്താണ് അതിന്റെ കുഴപ്പം? ആരുടെ കുഴപ്പമാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുടെ കുഴപ്പമാണോ പോലീസിൽ കാണുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുടെ കുഴപ്പമല്ല, ആഭ്യന്തരമന്ത്രിയുടെ കുഴപ്പമാണെന്ന് തുറന്ന് സമ്മതിക്കാനുള്ള ധൈര്യം നമ്മളൊക്കെ സംഭരിക്കണം. 8, തൃശ്ശൂരിൽ എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കൂട്ടർക്ക് മാത്രം ഇതിന്റെ കാരണം അറിയുകയേ വേണ്ട. ആരാണ് ആ കൂട്ടർ? ആർക്കാണ് ഇതിന്റെ കാരണം അറിയേണ്ടാത്തത്? തൃശ്ശൂരിലെ CPM നേതൃത്വത്തിന്. അതെന്താ അങ്ങനെ? തൃശ്ശൂർ പൂരം കലക്കിയത് ആരാണെന്ന് അവർക്ക് മാത്രം അറിയേണ്ട, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. പോലീസ് മനഃപൂർവ്വം പൂരം കലക്കി ഇലക്ഷൻ അട്ടിമറിച്ചു എന്ന് കൊച്ചുകുട്ടികൾ പോലും അടക്കം പറയുന്ന ഈ നാട്ടിൽ തൃശ്ശൂരിലെ CPM നേതൃത്വത്തിന് മാത്രം ഇതൊന്നും അറിയേണ്ട, ചർച്ചയും ചെയ്യേണ്ട. അതെന്താണ് അങ്ങനെ? അതിലൊരു അസ്വാഭാവികതയില്ലേ? ഞാൻ കുറേ കാലമായിട്ട് കേരള പോലീസിലെ കുഴപ്പങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 7-8 കൊല്ലമായിട്ട്. 2018 ഫെബ്രുവരി 17 ഇട്ടൊരു പോസ്റ്റാണ്. അന്ന് ബെഹ്റയാണ് DGP കേട്ടോ. ഇപ്പോഴുള്ള DGPമാരൊന്നുമല്ല. പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരാണ്? പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിൽ പിന്നെ ആഭ്യന്തരമന്ത്രി എന്നൊരു വാക്ക് എവിടെയും നമ്മൾ കേട്ടിട്ടില്ല. നാട്ടിൽ എന്ത് അക്രമം നടന്നാലും ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണമോ വിശദീകരണമോ ഈ നാട്ടിൽ വരാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഒന്ന് പറയുന്നത് ബെഹ്റയാണ്. ഇനി അദ്ദേഹമായിരിക്കുമോ പിണറായി മന്ത്രിസഭയുടെ ആഭ്യന്തരമന്ത്രി? ഭരണകൂടം ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധവും കൂടി നൽകേണ്ടതുണ്ട്. അത് ജനങ്ങളുമായുള്ള ഇടപഴകലിലൂടെയും സംഭാഷണങ്ങളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും കൂടെയാണ് പകർന്നു നൽകേണ്ടത്.
ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്ന മുദ്രാവാക്യം ഉയരാത്ത കേരള ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ 2 വർഷങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. കാരണം നമുക്ക് ആഭ്യന്തരമന്ത്രിയില്ല, അത് ജനങ്ങൾ ഉൾക്കൊണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിനാൽ ആഭ്യന്തരമന്ത്രിയെ കുറ്റം പറയുന്നില്ല. കേരള പോലീസ് ബെഹ്റയ്ക്ക് ഇഷ്ടമുള്ള പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഉദ്യോഗസ്ഥ ആഭ്യന്തര ഭരണം. ബെഹ്റയ്ക്ക് മുകളിൽ ഒരാൾ പോലീസിനെ നിയന്ത്രിക്കാനോ നിർദ്ദേശങ്ങൾ നൽകാനോ ഇല്ല എന്നാണ് തോന്നുന്നത്. വെറുതെ നാട്ടിൽ നടക്കുന്ന അതിക്രമങ്ങളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങൾക്ക് കാണാം പോലീസ് ഭരണം. ആഭ്യന്തരമന്ത്രി ഇല്ലാത്ത നാടിന്റെ ദുരവസ്ഥ കാണാം. രാജിവെക്കണമെന്ന് പറയാൻ പോലും ഒരു ആഭ്യന്തരമന്ത്രി ഇല്ലാത്ത ഒരു നാടിന്റെ നിസ്സഹായാവസ്ഥ നിങ്ങൾ നോക്കൂ എന്നായിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തരത്തിൽ നിരവധി തവണ എഴുതുകയും പറയുകയും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 8 വർഷമായിട്ട്. കേരള പോലീസിന് എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ, തോന്നാറുണ്ടോ? എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തരമന്ത്രി, എന്നിട്ടും കേരള പോലീസിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് എപ്പോഴും തോന്നുന്നുണ്ട്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടും കേരള പോലീസ് എന്താണ് ശരിയാവാത്തതെന്ന് ഞാൻ പലവട്ടം ആലോചിക്കാറുണ്ട്. ഹരിശ്രീ അശോകൻ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അതിൻ്റെ കാരണം ഏകദേശം ഇങ്ങനെ വ്യക്തമായി വരികയാണ്. മുമ്പ് അത് അത്ര ക്ലിയർ ആയിരുന്നില്ല. കേരള പോലീസിൽ സംഘപരിവാർ വൽക്കരണം ആരംഭിച്ചിട്ട് വർഷങ്ങളല്ല പതിറ്റാണ്ടുകളായി. അരാഷ്ട്രീയതയും മനുഷ്യത്വ വിരുദ്ധതയുമുള്ള വംശീയ വർഗീയ കാഴ്ചപ്പാടുകളും സ്ത്രീ വിരുദ്ധതയും എല്ലാം കൊണ്ടുവന്ന് തള്ളേണ്ട ഒരു ഇടമായിട്ട് പലരും റോസ്റ്റിംഗ് വീഡിയോകളെ മാറ്റിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലം കൊണ്ട്. ആ ക്യൂവിലേക്കാണ് കേരള പോലീസ് മേൽമേശയും വെച്ച് പണി വരുന്നുണ്ട് അവറാച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വന്നു ചേരുന്നത്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയതിൽ പിന്നെ കേരള പോലീസിന് കാര്യമായ തകരാറുണ്ട്. അത് സാധാരണക്കാരുടെ പോലീസ് അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ADGP അജിത് കുമാറും P ശശിയുമാണ് ഇപ്പൊ കേരളം നേരിടുന്ന എല്ലാ പോലീസ് സംബന്ധിയായ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനു മുമ്പും ഇവിടെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആഭ്യന്തരമന്ത്രി പരാജയമായതാണ്. എന്തോ കാരണം കൊണ്ട് പാർട്ടി ആഭ്യന്തര വകുപ്പിന് പുതിയൊരു മന്ത്രിയെ നൽകുന്നില്ല. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് കാരണമെന്ന്. ആരും ഇതൊന്നും തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എല്ലായ്പ്പോഴും മനുഷ്യർക്ക് ഭയങ്കര ലാഭകരം. വല്ല അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങളൊക്കെ കിട്ടും. അധികാരത്തിൽ പാർട്ടി ഇരിക്കുമ്പോൾ കൂടെ നിൽക്കാൻ പലരും കാണും, വിമർശിക്കാൻ അൻവറിനെ പോലെയുള്ള കുറച്ചു പേരെ കാണുള്ളൂ. എന്നാൽ പാർട്ടിയോട് കൂറുള്ളവർ ചെയ്യേണ്ടത് അധികാരമില്ലാത്തപ്പോഴാണ് പാർട്ടിക്കൊപ്പം നിൽക്കേണ്ടത്. പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, വിമർശിക്കണം, തിരുത്താൻ ശ്രമിക്കണം, നേർവഴിക്ക് നടത്തണം. നഷ്ടം നല്ലോണം ഉണ്ടാവും അതുകൊണ്ട്. പക്ഷെ നമ്മൾ പണിയെടുത്തല്ലേ നമ്മൾ അരി വാങ്ങുന്നത്, അല്ലാതെ ആരുടെ ഔദാര്യം കൊണ്ടല്ലല്ലോ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് വിമർശിക്കാൻ മടിക്കുന്നത്? എല്ലാവരും അതിന് തയ്യാറായാൽ ഭരണം അഴിമതി മുക്തമാകും, പാർട്ടി അഹങ്കാരം വിമുക്തമാകും. ഈ ചർച്ചയൊക്കെ തീരൂട്ടോ. കുറച്ച് പോലീസുകാരുടെ തലകള് ഉരുളുമായിരിക്കാം. ചിലപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ മാറിയേക്കാം പാർട്ടിയുടെ താല്പര്യം. എന്നാൽ തൃശൂരിൽ പോലീസും ആഭ്യന്തര വകുപ്പും ചെയ്ത കാര്യങ്ങൾ കേരളം ഉള്ളിടത്തോളം കാലം ആളുകൾ മറക്കാൻ പോകുന്നില്ല. അത് ചരിത്രമാണ്. സുരേഷ് ഗോപിയെ പോലൊരു സ്വയം പൊങ്ങിയെ കേരള ജനതയുടെ തലയിൽ കെട്ടിവെച്ച ആ ചതി ഉണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ചതി തന്നെയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സ്വന്തം രാജ്യത്തെയും ജനതയെയും വഞ്ചിക്കുന്നത് ക്ഷമിക്കാനേ ആകില്ല ഒരു കാലത്തും. ഇത്രയും പറയുമ്പോൾ ചിലര് വരും UP-യിലെയും ഗുജറാത്തിലെയും പോലീസിന്റെ മഹിമ പറഞ്ഞുണ്ട്. വേണ്ടാത്തോണ്ട് അതിവിടെ എടുക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഇപ്പോഴും കേരള പോലീസ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിലും നല്ല പോലീസിനെ നമ്മൾ അർഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ മത്സരിക്കുന്നത് നമ്മളോട് തന്നെയാണ്, അല്ലാതെ UP-യോടല്ല. ഇത്രയും പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പോലീസിനെ വിമർശിച്ച പോലീസിന്റെ ആത്മവീര്യം തകർക്കരുതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ.